വളരെ ഈസിയായും റിച്ച് ടേസ്റ്റും ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളിത് മാറ്റി വെക്കാം. നമ്മള് ബ്രോ പിന്നെ പണിയെടുക്ക് എല്ലാവർക്കും അവസരമുണ്ട്. അടിച്ചു പോയി. മതിയാ ഇതാണ് മസ്തി. ഫുൾ ഫ്ലെയിം ഒന്നല്ല കേട്ടോ. ഞാൻ എണ്ണ മതിയാവില്ലടാ. ഒയിക്കടയുണ്ട്. എന്താണ് മുട്ടക്കറി? കുറച്ച് മാറ്റിയ ശേഷം ഉപ്പ്. ഉപ്പ് വേണമെങ്കിലാ എന്തുണ്ടാക്കണേ? കബാബ്. കബാബ്. എന്ത് കബാബ്? മുട്ട കബാബ്. ഞാനൊരു ചാനൽ തുടങ്ങാൻ പോകുന്നു. എന്ത് ചാനൽ? പ്രണവ് ചാനൽ. പ്രണവ് കുക്കിംഗ് ചാനൽ. പ്രണവ് ചാനലോ? പ്രണവ് കുക്കിംഗ് ചാനൽ. ഇങ്ങനെ ആവണം. അതുവരെ ഇളക്കിക്കോ. ഇതിലും ഈ സാധനമേ ഇല്ലടാ. അതൊക്കെ ഉണ്ട്. ഏത് ചാനലാണ്? കറിവേപ്പില. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. സിമ്പിൾ സാധനമാണ്. അതൊക്കെ ഉണ്ടാക്കി ഇത് ആദ്യം ഇട്ട് തരണം. മറ്റേ മസാല ഇട്ടല്ലോ. മന്തി മസാല. മന്തി മസാല. മുളക് പൊടി, മണ്ണപ്പൊടി, മല്ലിപ്പൊടി. സിമ്പിൾ ഇൻഗ്രീഡിയൻസ്. ഇത് കരിഞ്ഞല്ല, മൊരിഞ്ഞാണ്. അത്ര ഉള്ളൂ. കുരുമുളക് മസാല ഉണ്ട്. കരിയാൻ തുടങ്ങിയ അതിനില്ല. എണ്ണയില്ലടാ. എണ്ണയില്ലടാ. ബീഫ് മസാല. ഗരം മസാല വേണോ? ഗരം മസാല വേണോ? എനിക്കോ അതിട്ടോ
പ്രണവിനോടൊക്കെ മാസ്റ്റർ ഷെഫ് ഫസ്റ്റ് പ്രണവിനോട് ചോദിക്കണം. എന്തൊക്കെ ഇടാൻ പ്രണവ് ഇനി? അതാണ് കുറച്ച് വെച്ചിട്ടോ പിന്നെ അടി കറുത്ത കരിയിപ്പിക്കണ്ട. ഇങ്ങനെ വാടി വരണ്ട ഇങ്ങനെ ഉള്ളിയാതെ അറിയരുത് ഇങ്ങനെ പഴന്ന് വരും. കരിയിപ്പിക്കാൻ നേരെ നമുക്കറിയാം ഇനിയും കുറച്ച് പൊട്ട ഇതിലെങ്ങനെ കുറയില്ല പുറത്തു കൂടെ ഇവിടെ ഈച്ചവന്ന് ഇരിക്കില്ലേ കഴിക്കട്ട മുട്ട മസാല പകുതി ഉള്ളി പുറത്താ. നീ എത്ര ഇവരതിനെ നശിപ്പിച്ചു. എന്തായിന്ന് ഇങ്ങനെ മേത്തുന്ന ഉള്ളാക്കിട്ട് പോയാ മതി. ബ്രൗൺ കളറായാല് ഏത് കളർ ബ്രൗൺ ബ്രൗൺ കളറായാല് ഈ മുളക് മുളക് നമ്മുടെ മസാല ഗാർലിക് പേസ്റ്റ് വേറുണ്ട് ജസ്റ്റ് ഇനിയാണുള്ളത് കളർ പച്ചമുളക് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഉള്ളൂ. പച്ചമുളക് ഇഞ്ചിണ്ട് അതിപ്പെടാ കേട്ടോ അതിലെ ഗാർലിക് അത് ക്ലാസ്സിൽ സ്പെഷ്യൽ കൂട്ടാണ്. അത് മതിയാ വേണ്ട 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 അങ്ങനെ എങ്ങനെയാണ് പിന്നെ കൊണ്ടല്ലേ ഇത്ര നീ തൊടണ്ടാക്കോ കൊണ്ടല്ലേ ചാവും. വായ തുറന്ന വീട്ടുകാരാട്ടോ ഇതൊക്കെ തട്ടിയുണ്ടോ ഗ്യാസത് കാര്യമായിട്ട് എന്തൊക്കെ ഇടുന്നു? മുളക് പൊടി ആ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുന്നു, ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഉറക്കെ പറയും കേൾക്കില്ല. ഗരം മസാല കുറച്ച് നമ്മുടെ മീറ്റ് മസാല കുറച്ച് മതി. തക്കാളി കുറച്ച് വെള്ളമാണെങ്കിൽ പൈച്ചേട്ടാ അടി പിടിക്കണ്ട. കുറച്ച് പൊടിക്കാണോ ചോദിച്ചോ. അങ്ങനെ നമുക്ക് ഈ കരണ്ടി മാറ്റാം. മസാല ഇട്ടാ ഏ മീറ്റ് മസാല ഞാനല്ലല്ലോ ചെയ്ത്. പച്ചവളം മാറിയിട്ടില്ല. പച്ചവളം മാറിയിട്ടില്ല. കുറച്ച് മതി. തക്കാളിയൊക്കെ പേസ്റ്റ് പോലെ വേണം. അതാ പോയി പേടിക്കണ്ട. അത് കഴിക്കോളൂ. അടി പിടിക്കണ്ട എന്തായാലും ആണോ പോലെ ആണോ പറഞ്ഞിരിക്കും. വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു. ഇത് ലാസ്റ്റ് ഇട്ടോ. കുറച്ച് കുരുമുളക് ഉപ്പാണ് ലാസ്റ്റ്. നീ ഉപ്പിട്ടിട്ടില്ല അപ്പൊ. ഉപ്പാണ് ലാസ്റ്റ് ഇട്ടത്. എത്ര ഉണ്ട്? മതി നോക്ക് ഇപ്പൊ കറക്റ്റാണ്. അപ്പം കളറ് മാറി അതൊന്നും അറിയും സെറ്റാണ്. വിജയിക്കോ? വിജയിക്കും, 100% വിജയം.
പ്രണവിന്റെ മുട്ടക്കറി മുട്ട മസാല മസാല കബാബ്. ഇല്ല കൈ അത്ര കൊള്ളലൊന്നും കൊള്ളില്ല. എന്താ നമ്മളെ കാണുക എങ്ങനെയുണ്ട്? സെറ്റാണ്. കുറച്ച് നാരങ്ങ വീണാലോ? കുറച്ച് നാരങ്ങ വീണാലോ? കുറച്ച് ഉപ്പും പെപ്പറും കുറച്ച് ഉപ്പിൻ്റെ ഉപ്പ് കത്തല്ല. കുറച്ച് നാരങ്ങ വീണാലും കമ്മിയാ. എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം, ഏഹ് വളരെ നല്ല അഭിപ്രായം. പഠിക്കണോ? വേണോ? നാരങ്ങ വേണ്ട. ചെയ്യണോ? വേണ്ടാ. ആരെങ്കിലും പൊഴിഞ്ഞാൽ എങ്ങനെയാണ് കേട്? ഇപ്പൊ തിന്നാൻ പോവില്ല വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ എങ്ങനെയായിരുന്നുല്ലേ? ഇട്ടപ്പോ എങ്ങനെയായിരുന്നു? ഹോട്ടലിൽ വരടാൻ പ്രണവ് ബെസ്റ്റാ. ആദ്യം മുട്ട എടുക്ക. ഭാവിയെ കുറച്ച് വലുതായിട്ടാ. അങ്ങനെ 4 സൈഡ് വരാം. വരണന്മാരിലൊന്നുമില്ല. 4 വരണ്ടെന്ന് പറയുന്നത് ഒരു വരാന്നല്ലേ പറഞ്ഞോട്. അതേടാ അവര് ബോട്ടാടാ അവര്. എന്താ 4 വരാന്നല്ലേ പറഞ്ഞേ? അല്ല 1 വരാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അവരുടെ സംസാരിച്ചു വിവരം പോയി. ചോദിച്ചോ ചോദിച്ചോ തിന്നല്ലേ? സംഭവം ചിലപ്പോ 16 ഉണ്ടാ. 4 വരണ്ട 16 അതാ ഞാൻ പറഞ്ഞേ. മോനെ മന്തി മസാല. അതുകൂടെ അടിപൊളിയാവും. അതൊരു മാഗിക്ക് വിട്ടാലോ? ഇനിയിപ്പോഴോ ഉപ്പിടണ്ട. എന്ത് നേരത്തെ മന്തി മസാല കബ്സ മസാല. കബ്സ മന്തി. ഇത് ഫ്ലേവറാണ്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പല്ലേ ഓർമ്മ ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടാ ഫിനിഷ്. അപ്പൊ അതിന്നൊരു സ്മെല്ല് വരും. കുറച്ചുകൂടി വെള്ളം ഇല്ല രമ്യ. എന്താ അഭിപ്രായം? കുറച്ച് കുറച്ചും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം. ഇതും കൂടി ആണോ? തിളപ്പിക്കാം. ഉപ്പില്ലല്ലോ. എന്തോ തിരിയില്ലേ? കുരുമുളക് ഇടണ്ട കേട്ടോ. നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ടല്ലേ? അത്രയും അപ്പൊ പെരി പെരി മുട്ട മസാല. എരിവുണ്ടറാ. പെരി 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 മുട്ട മസാല. ബേസിക് ജോസ്. ഇനി കുരുമുളക് കൂടി ഇട്ടേനെ നിൽക്കുന്നു. ഉപ്പില്ലാത്തോണ്ടാണ്. ഉപ്പിട്ട് എരിവോ? ഇനി കുരുമുളക് ഇടണം. ഇനിയൊന്നും കുരുമുളക് വേണ്ട. എരിവില്ലേ? അതാ പറഞ്ഞത്. ഉപ്പ് ഇടാം. ഉപ്പ് കത്താണ്. കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ടോ? കത്താണ്. ഞാൻ പറഞ്ഞോ ലാസ്റ്റ്. വീട്ടിൽ കാണാൻ അതേപോലെ ഒന്നും വേണ്ട. ഉപ്പ് പക്കയാണോ എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല. അല്ല ഇട്ടാ മതി. ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. സ്വീറ്റ്നസ് ഉണ്ട്. എന്തിട്ടത് സ്വീറ്റ്നെസ്. എടോ ഉപ്പുള്ളത്. വെള്ളം? ഇനി ഉള്ളി ഇടണം. വെള്ളം ഒഴിച്ചോ? ഈ ഉള്ളി ഇങ്ങനെ ഇതാക്കണേ. ഇനി എന്താ അങ്ങോട്ട് പേസ്റ്റ് ആക്കണമെന്ന് പറയണേ? കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഗ്രേവി കുറച്ചും കൂടി ആക്ക്. മുട്ടോ തിക്ക് ഗ്രേവി ആക്കിയാലോ? തിക്ക് ഗ്രേവി ആക്കിയ ചിക്കൻ്റെ വരും. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോ. ഈ ഒരു പൊടിക്കും കൂടി വെള്ളം എടുക്കണം. അങ്ങോട്ടുണ്ട് മുട്ടയിട്ട് വെക്കാം. മുട്ടക്കറിയാക്കാം. മുട്ടക്കറി അതൊന്നുമില്ല. തിക്ക് കഴിക്കും. കളിക്കുന്നോളും റോസ്റ്റ്. ഒഴിക്കണ്ടോ? കേക്ക് മുട്ട, ദോ മുട്ട. മുട്ട സീനില്ലേ? പൊന്മുട്ട ഉണ്ട്. ഒരു മുട്ടേ അറിയോ? ഞങ്ങൾ കൂടി എന്ത്ര മധുരം? എന്നിട്ട് പച്ചര ഇട്ടോ? പ്രണവേ പഞ്ചസാര ടീവിയിൽ ഉപ്പിന് പകരം
ഞാൻ ഉപ്പിലാ. ഉപ്പില്ല ചമ്മീൻ നോക്ക് ഉപ്പുണ്ടോ ഉപ്പ് കുഴപ്പമൊന്നുമില്ല നോക്ക് ഉപ്പ് കൂടിയിട്ടില്ല പൊടിയുണ്ടോ? എന്താണ് ചമ്മീൻ ഇങ്ങനെ പേടിക്കണേ ഏയ് ഇപ്പൊ കറക്റ്റ് ആണ്. കറക്റ്റാണ് സെറ്റാണ്. ഓൾ സെറ്റ് പക്ഷേ ഇത് കുറച്ച് കൂടിയൊന്നും സംശയം ആരെയും വീടുണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിട്ടോ ആരെയും വീട്ടുകാർക്ക് അയച്ചോ ആരെയും ക്രിസ്മോൾക്ക് നാളെ പോയി കാണിച്ചു കൊടുക്കാം അല്ലാതെ പുറത്തെ എവിടെ ഇടണ്ട എന്താ തണ്ട് ഇല്ലട്ടൊരു തണ്ട് എന്താ ഇവിടൊക്കെ ഇതൊക്കെ എന്താ കറി ഉണ്ടാക്കിയ കോല കറി ഉണ്ടാക്കിയ കോലേ കാണും. എന്നിട്ടൊക്കെ ഉണ്ടാക്കിട്ട് പോയിരിക്കണോക്കെ എന്തോടെ കാണിച്ചിരിക്കണേ? മതമൊച്ച പോയ പോലെ തന്നെ പക്ഷെ അതൊന്ന് കൂടിയ കൺസിസ്റ്റൻസി അതാണ് അതാണ് ഏറ്റവും സിമ്പിൾ പരിപാടി ഉണ്ട്. പപ്പടം